ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എയിൻസ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ഫ്രൈ വിത്ത് ഗ്രേവി. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 സ്പൂൺ തൈര് അല്ലെങ്കിൽ നാരങ്ങാനീരും ചേർക്കാം. ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലപോലെ യോജിപ്പിക്കുക. യോജിപ്പിച്ച ചിക്കൻ 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഉപയോഗിക്കുക. ഞാനിവിടെ 5 സ്പൂൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടാകുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇടുക. സവാള ഇട്ട് നല്ലപോലെ വഴറ്റുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സവാളയാണ്. സവാള ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. സവാള ബ്രൗൺ നിറമായതിനു ശേഷം പാനിൽ നിന്നും കോരി മാറ്റേണ്ടതാണ്. ആ പാനിലേക്ക് തന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ വഴറ്റുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മൂത്തതിന് ശേഷം അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടുക. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് പാൻ മൂടുക. 5 മിനിറ്റിന് ശേഷം പാൻ തുറന്ന് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി മൂടി വെക്കുക. 5 മിനിറ്റിന് ശേഷം പാൻ തുറന്ന് നല്ലപോലെ യോജിപ്പിക്കുക. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇടുക. എന്നിട്ടും നല്ലപോലെ യോജിപ്പിക്കുക. യോജിപ്പിച്ചതിന് ശേഷം തക്കാളി വാടുന്നത് വരെ മൂടി വയ്ക്കുക. പാൻ തുറന്ന് ആദ്യം വഴറ്റി വെച്ച സവാള ഇടുക. സവാള ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ഇട്ടതിന് ശേഷം 2 മിനിറ്റും കൂടി മൂടി വയ്ക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഫ്രൈ റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയുടെയും ചിക്കൻ്റെയും വെള്ളം കൊണ്ട് ഇത് വേവ് കറക്റ്റ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ 1 സ്പൂൺ നെയ്യോ ചേർക്കാം. ഇതിന് ശേഷം 5 പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇടുക. കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഇടുക. മല്ലിയിലയേക്കാളും കൂടുതൽ രുചി വരുത്തുന്നത്. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മുളകൊന്ന് വാടാൻ വേണ്ടി മൂടി വെക്കുക. ചിക്കൻ ഫ്രൈ വിത്ത് ഗ്രേവി ഇവിടെ റെഡിയായിരിക്കുന്നു. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ അത്യുഗ്രൻ റെസിപ്പിയാണിത്.